ഹൈജീൻ എന്ന് പറയുന്ന ഇതിനകത്താണ്. അത് നമ്മൾ 4 ആയിട്ട് പറയാം. ഒന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ഹൈജീൻ നമ്മൾ ഹെഡ് ടു ഫുട്ട് നമ്മൾ കുളിക്കുക, പല്ല് തേക്കുക, ഈ ബേസിക് കാര്യങ്ങൾ, ടോയ്ലറ്റിൽ പോവുക, ഇങ്ങനത്തെ ബേസിക് കാര്യം നമ്മൾ പേഴ്സണൽ ഹൈജീൻ നമ്മൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് എൻവയൺമെൻറ്റൽ ഹൈജീൻ. നമ്മുടെ പരിസരം, നമ്മൾ വീടിൻ്റെ അകമായിട്ട് പലർക്കും ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ തുമ്മൽ, എപ്പോഴും ഭയങ്കര റെക്കറൻറ്റ് സ്നീസിംഗ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നമ്മൾ ഒന്നെങ്കിൽ പെറ്റ്സ് വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടകൾ നമുക്ക് അലർജി ഉണ്ടാകും. അത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പെറ്റുണ്ട്, ചില പട്ടിയുടെ കൂടെയാവും, ഇപ്പോൾ പൂച്ചേനെ വളർത്തും, പൂച്ചയുടെ കൂടെ ഭയങ്കര വരാം, ലവ് ബേർഡ്സിൻ്റെ കൂടെ വരാം. ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ നോക്കണം ബെഡ്ഷീറ്റ്. ചിലർ ബെഡ്ഷീറ്റാണ് രാത്രി കിടക്കാനല്ലേ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് 2-3 ആഴ്ച ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാൻ, പില്ലോ യൂസ് ചെയ്യും. അപ്പം നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ തലയിൽ തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ ഫുൾ അണുക്കളും ഡസ്റ്റുമാണ്. അപ്പം ഈ തീർച്ചയായിട്ടും നമ്മുടെ തലയിൽ വരും, നമ്മളവിടെ കിടക്കും, ആ ദിവസം കിടക്കും, അത്രയും ദിവസം നമ്മൾ കിടക്കുമ്പോൾ ആ പില്ലോയിലൊക്കെ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഡസ്റ്റ് വന്ന് അവിടെ ബെഡിലും കിടക്കാം, പൊട്ടി വിരിച്ചില്ലെങ്കിൽ അതും നമുക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. മാക്സിമം 1 വീക്കിൽ കൂടുതൽ ബെഡ്ഷീറ്റും പില്ലോയും മാറ്റിക്കോണം. നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഹൈജീൻ. അത് പിന്നെ നമ്മൾ മെൻസ്ട്രൽ ഹൈജീൻ്റെ ഇതാണ് നമ്മൾ പാഡ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾ എൻ്റെ സ്വഭാവം തൊട്ടേ നമ്മളൊരു വൃത്തിയില്ലാത്തൊരു ടോയ്ലറ്റിൽ പോവില്ല. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് മിക്കവാറും പോകും. അപ്പം നമ്മളിത് പിടിച്ചു വെക്കുക. ശരിക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ്. ബിക്കോസ് നമ്മൾ സ്ത്രീകളുടെ വജൈനൽ ഓപ്പണിംഗ് വലുതാണ്. അപ്പം ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ അത്ര ഹൈജീൻ നോക്കിയാലേ നമുക്ക് പറ്റും. അപ്പം യാത്ര ചെയ്യുമ്പോഴും ഒക്കെയാണ് ചിലവർക്ക് മിക്കവാറും ഒക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം നമ്മൾ വെള്ളം, അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കഴിയുന്നവരും കുടിക്കുന്നില്ല, അങ്ങനെ മൂത്രം ഒഴിക്കാൻ തോന്നിയെങ്കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതല്ല. പക്ഷെ മൂത്രം പിടിച്ചു വെക്കുന്നതിനേക്കാളും ഭയങ്കര ഡേഞ്ചറാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത്. കാരണം അതും സെയിം എഫക്റ്റാണ്. അപ്പം വെള്ളം കുടിക്കുകയും വേണം, അതിനെ നമ്മളെ വെളിയിലേക്ക് വിടുകയും ചെയ്യണം. ഞാൻ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പം അവർ മിക്കവാറും രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഈ പാഡും വെച്ചുകൊണ്ടായിരിക്കുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള റേറ്റ് ഭയങ്കര കൂടുതലാണ്. അവർ പറയും എങ്ങനെ പാഡ് മാറ്റും, അവിടുത്തെ ടോയ്ലറ്റ് കൊള്ളത്തില്ല, ചിലവർ പറയും അതിൻ്റെ അകത്ത് വെള്ളമില്ല. അപ്പം ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ മാറ്റണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള റേറ്റ് ഭയങ്കര. നല്ല ബ്ലീഡിങ് ഫസ്റ്റ് 2 days എന്ന് പറയുന്നത് ഞാൻ 3 to 4 hours മേളിൽ പാഡ് വെക്കരുത്. പാഡ് യൂസ് ചെയ്യുന്നതിന് മുൻപും ശേഷവും നമ്മൾ കൈ നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.